സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തു റഹ്മാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 30 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. 31-ാമത്തെ ആയത്ത് മുതൽ 36-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുകളെ കുറിച്ച്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ മാത്രം എണ്ണിപ്പറഞ്ഞ ഈ സൂറത്തിൽ കുല്ലുമൻ അലൈഹാ ഫാൻ, മനുഷ്യരുടെ നാശത്തെ, എല്ലാ വസ്തുക്കളുടെയും, അല്ലാഹുവല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും നാശത്തെ ഈ സൂറത്തിൽ പറഞ്ഞു. എന്തിന് എന്ന് നമ്മൾ വിശദീകരിച്ചു. മരണം അനുഗ്രഹമാണോ അല്ലയോ എന്ന് ആ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു തആല യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹുവിനോട് ആകാശ ഭൂമികളിലുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സദാസമയത്തും, കുല്ല യൗമിൻ, എല്ലാ സമയത്തും അല്ലാഹുവിനോട് ഈ ദുനിയാവിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ആളുകളുടെ എല്ലാവരുടെ ആവശ്യങ്ങളെയും അല്ലാഹു നിഷ്പ്രയാസം സാധിച്ചു കൊടുക്കുകയാണ്. എല്ലാം അല്ലാഹു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പറയുന്ന ആയത്തിൽ അല്ലാഹു തആല ആഖിറത്തിലെ ചില സങ്കല്പങ്ങളെയാണ് അല്ലാഹു തആല പറയുന്നത്. ആഖിറത്തിൽ അല്ലാഹു തആല സനഫറുഗു ലക്കും അയ്യുഹസ് സഖലാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന്, ഇൻസ്, മനുഷ്യനെയും ജിന്നിനെയും എടുത്ത് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. സനഫറുഗു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു ദുനിയാവെന്ന് കുറച്ച് ബിസിയും ആഖിറത്തിൽ കുറച്ച് ഫ്രീ ആകുന്നല്ല അതിന്റെ അർത്ഥം. അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്, ഖുർആനിന്റെ സാഹിത്യത്തിന്റെ ഭാഗമായുള്ളൊരു പ്രയോഗമാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും വേണ്ടി അല്ലാഹു തആല എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആഖിറത്തിൽ അവിടെ ഹിസാബ്, നരകം, സ്വർഗം, ഇതാണ്. വേറെയുള്ള കൊടുതിയൊന്നുമില്ല. ഹിസാബുണ്ട്, ഇവിടുന്ന് നല്ല ചെയ്തവന് സ്വർഗമുണ്ട്, അല്ലാത്തവന് നരകമുണ്ട്. വേറെ ഇനി അവിടെ നിന്ന് പഠിച്ചോനെ എനിക്കിത് വേണം ഇത് വേണമെന്നൊന്ന് പറഞ്ഞാല് അവിടെ സ്വീകരിക്കൂല. അതൊക്കെ ഇവിടുന്ന് തന്നെ അവസാനിച്ചു. അപ്പൊ ആ വക കൊടുക്കലും പരിപാടികളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പണിയൊന്നും അവിടെ ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ എന്താണ് ആഖിറത്തിൽ? സനഫറുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒഴിഞ്ഞിരിക്കുകയാണ്, ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അവകാശികൾക്ക് വേണ്ടുവോളം കൊടുക്കാനും നരകത്തിന്റെ അവകാശികൾക്ക് അത് വേണ്ടുവോളം കൊടുക്കാനുമാണ് അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത് സനഫറുഗു ലക്കും അയ്യുഹസ് സഖലാൻ. എന്നിട്ട് മനുഷ്യനെയും ജിന്നിനെയും, രണ്ട് വിഭാഗത്തെയും അല്ലാഹു വിളിച്ചു പറയാണ്, അയ്യുഹസ് സഖലാൻ, ഈ ഭൂമിക്ക് ഭാരമായി നടക്കുന്ന വിഭാഗമേ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിസാബിന് വേണ്ടി അല്ലാഹു തആല എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതും ഒരു അനുഗ്രഹമായിട്ടാണ് അല്ലാഹു പറയുന്നത്. ഇനി ഇന്ന് ഇവിടെ നിന്ന് ഇതെല്ലാം പറഞ്ഞു നിന്നിട്ട് നാളെ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചില്ലല്ലോ എന്ന് പറയണ്ട. അതുകൊണ്ട് ഇതും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു റഹ്മത്താണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഈ അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ ഏതിനെയാണ് നിങ്ങൾക്ക് കളവാക്കാനാവുക? നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നരകാവകാശികളെ പിടിച്ചാൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ നരകാവകാശികൾക്കുള്ള ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടാനാകില്ല. എന്നാൽ സ്വർഗത്തിന്റെ അവകാശികൾക്ക് ഒരു സുഹൃതവും നഷ്ടപ്പെടുകയുമില്ല. ആ ഒരു രീതിയിലാണ് അല്ലാഹു തആല സനഫറുഗു ലക്കും അയ്യുഹസ് സഖലാൻ. നമ്മൾ പറയും, നമ്മളിപ്പോ ദുനിയാവിൽ തന്നെ ഒരു ഡോക്ടറെ സങ്കല്പിക്കാം. ഡോക്ടർ അദ്ദേഹത്തിന്റെ ചികിത്സയുള്ള ദിവസമുണ്ട്, അല്ലാത്ത ദിവസമുണ്ട്.
ചികിത്സയുള്ള ദിവസം ടോക്കൻ 100-150 എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഡോക്ടറോട് നല്ല ബന്ധമുള്ള ഒരാള് അയാൾ ഡോക്ടറെ വിളിക്കും, എനിക്കിങ്ങനെ ഒന്ന് ഡോക്ടറെ കാണണമെന്നുണ്ട്, അപ്പൊ ഞാൻ എപ്പോഴാണ് വരേണ്ടത്? അപ്പൊ ഡോക്ടർ പറയും, നിങ്ങളിപ്പോ ഇന്ന് വരണ്ട, അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നാളെ ലീവാണ്, നാളെ വീട്ടിൽ വന്നാൽ മതി എന്ന് പറയും. അല്ലെ? അതെന്താണ്? ആ ഡോക്ടർ അദ്ദേഹത്തിന് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു സമയം അങ്ങ് മാറ്റിവെക്കുകയാണ് എന്നതുപോലെ ഇത് അള്ളാഹുവിനോട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റൂല. നമുക്കൊരു സങ്കല്പം. ഇവിടെ എല്ലാവരും ഇന്ന് ഈ വിഷയങ്ങളിൽ എല്ലാറ്റിലും വ്യാപൃതരാണ്. അള്ളാഹു എല്ലാവർക്കും നൽകുന്ന ഒരു തിരക്കുണ്ട്. അള്ളാഹുവിന് തിരക്കോ അള്ളാഹുവിന് ഒഴിവോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. നാളെത്തെ ആ ദിവസം ഇവിടെ നല്ലത് ചെയ്തവനുള്ള ശിക്ഷ സ്വർഗമുണ്ട്, ഇവിടെ തിന്മ ചെയ്തവനുള്ള നരകമുണ്ട്. അത് മാത്രമേ അവിടെയുള്ളൂ. നന്മയും തിന്മയും തമ്മിലുള്ള വിധികൾ മാത്രമേ അവിടെയുള്ളൂ, അല്ലാത്തതൊന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ആയത്തിൽ നിങ്ങൾ നോക്കൂ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ തൻഫുദൂ ലാ തൻഫുദൂ ഇല്ലാ സുല്ലാ ബിസുൽത്താൻ. യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ ജിന്ന് മനുഷ്യവർഗങ്ങളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അതിന്റെ ഇടയിലൂടെ നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രവേശിച്ച് നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ ഒളിച്ചോ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾക്കതിനും ആ ഒളിക്കുന്ന സ്ഥലങ്ങളിലും എവിടെയായാലും അല്ലാഹു തആല എത്തിപ്പെടുന്നതാണ്, നിങ്ങളെ പിടിക്കപ്പെടുന്നതാണ്. ഈ ആയത്തിന് 2 രീതിയിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ യാ മഅശറൽ ജിന്നി വൽ ഇൻസി എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവിടെ ജിന്നിന് ആദ്യം പറഞ്ഞത്? ഖുർആനിൽ ചില ഭാഗങ്ങളിലൊക്കെ കാണാം മനുഷ്യനെയും ജിന്നിനെയും ചേർത്ത് പറയുന്ന സ്ഥലങ്ങൾ. യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യന്മാരെ ജിന്നുകളെ, 2 കൂട്ടരെയും വിളിച്ചുപോ. എന്തുകൊണ്ടാണ് യാ മഅശറൽ ജിന്നി വൽ ഇൻസി? ജിന്നിനെ പറഞ്ഞിട്ട് മനുഷ്യനെ പറഞ്ഞത്. വലഖദ് കറംനി ബനി ആദം, ആദം സന്തതിയെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അപ്പൊ പിന്നെ മനുഷ്യനെ അല്ലേ ആദ്യം പറയേണ്ടത്? എന്തുകൊണ്ട് ജിന്നിനെ ആദ്യം പറഞ്ഞു അവിടെ എന്നുള്ളിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു യാ മഅശറൽ ജിന്നി വൽ ഇൻസി എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ എവിടെ ഒളിഞ്ഞു കളഞ്ഞാലും അള്ളാഹു പിടിക്കപ്പെടുന്നതാണ്, അള്ളാഹു പിടിച്ചുകൊണ്ടുവരുന്നതാണ്. എവിടെ നിങ്ങൾ അള്ളാഹു കാണാത്തൊരു ഭാഗം തെരഞ്ഞു പോയാലും, അത് ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ, അതിന്റെ എവിടെ ഇടയിലൂടെ നിങ്ങൾ ഒളിഞ്ഞു പോയാലും അള്ളാഹു കാണുമെന്നാണ്. അപ്പൊ ഒളിയുക എന്ന വിഷയത്തിൽ മനുഷ്യ സങ്കല്പം അനുസരിച്ച് ജിന്നിനാണ് ഏറ്റവും സുഖം, അല്ലേ? മനുഷ്യനേക്കാൾ ജിന്നിനാണ് എവിടെയെങ്കിലൊക്കെ പോയി ഒളിയാൻ എളുപ്പം. കാരണം ജിന്നിന് നമ്മളെക്കാൾ സഞ്ചരിക്കാനുള്ള വേഗതയുണ്ട്, എളുപ്പമുണ്ട്, അല്ലെ? രൂപം മാറാൻ പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ട് ജിന്നിനാണ് ആ വക പരിപാടിക്ക് കുറച്ച് എളുപ്പമുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ യാ മഅശറൽ ജിൻ, ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ കഴിവുള്ള ജിന്നെ, ആ ജിന്നിനോടും പറയുന്നു വൽ ഇൻസ്, മനുഷ്യരെ നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ നിങ്ങൾ എത്രയോ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ കടന്നു ചെന്നാലും ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഏത് മേഖലയിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും അല്ലാഹു തആല അതറിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, മനുഷ്യനെ എവിടെ എത്തിപ്പെട്ടാലും അല്ലാഹു തആല അത് കാണും എന്നാണ് പറയുന്നത്. മഹാനായ ഇമാം തഫ്സീറുൽ ബഗവി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, നിങ്ങൾ എവിടെ എത്തിപ്പെട്ടാലും അല്ലാഹു തആല നിങ്ങളെ കണ്ടുപിടിക്കും, അതിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ധൈര്യപ്പെട്ടിരിക്കേണ്ടതില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, സൂറത്തുൻ നിസാഇന്റെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു.
ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ തേടിപ്പിടിക്കുമെന്നാണ്. മരണം അങ്ങനെ ഓരോ വിധികളും അല്ലാഹു തആല മരണത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് തഫ്സീർ ബഗവി പറയുന്നു. ഇവിടെ ഈ ആയത്ത്, നിങ്ങൾ മരണത്തെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുകയാണെങ്കിൽ എവിടെ പോയാലും ഐനമാ തകൂനു, നിങ്ങൾ ഏത് ദിക്കിലായാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളുടെ അടുക്കലെത്തുന്നുണ്ട്, നിങ്ങളെ പിടികൂടുന്നുണ്ട് എന്ന് മഹാനായ തഫ്സീറുൽ ബഗവി പറയുന്നു. അപ്പോ എവിടെ ഓടി ഒളിച്ചാലും അല്ലാഹു തആല പിടിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഇതിൽ രണ്ട് വിശദീകരണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഒളിക്കാൻ എവിടെ ഒളിച്ചാലും അല്ലാഹു തആല പിടിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല കാണാത്ത ഒന്നുമില്ലല്ലോ. മനുഷ്യൻ കാണാത്തതും കണ്ടെത്താത്തതും എല്ലാം അല്ലാഹു തആല കണ്ടെത്തിയിട്ടുണ്ട്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. നമുക്ക് ചിലപ്പോൾ ഖുർആനിന്റെ ചില പ്രയോഗങ്ങൾ കാണുമ്പോ ഇതൊക്കെ ഉണ്ടാകുമോ എന്നൊരു ധാരണ പശകുണ്ടാകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു നമ്മൾ അറിയാത്ത ഭാഗങ്ങൾ, അല്ലാഹു ആരാണ്? ആലിമുൽ ഗൈബാൻ, നമ്മളെ പോലെയല്ല, ആലിമുൽ ഗൈബാൻ അല്ലേ? അദൃശ്യപരമായതെല്ലാം കാണാൻ കഴിവുള്ള അറിയുന്നവനാണ് അല്ലാഹു. ഖുൽ ബലാ വറബ്ബി, നോക്കൂ നിങ്ങൾ സൂറത്ത് സബഇന്റെ 3-ാമത്തെ ആയത്ത്, ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമുൽ ഗൈബ് ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു തആല അദൃശ്യപരമായതെല്ലാം അറിയുന്നവനാണ്. അപ്പൊ ഒരാൾക്കും എവിടെയും ഒളിച്ചിരിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ അദാബിൽ നിന്നോ മരണത്തിൽ നിന്നോ അവന്റെ വിധിയിൽ നിന്നോ ഒരാൾക്കും ഓടി രക്ഷപ്പെടാനാകൂല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, അതേ ഭൂമിയിലായാലും ആകാശത്തുള്ളതായ എത്ര വലിയ ചെറിയൊരു കണികയായാലും അല്ലാഹു തആല എല്ലാം അറിയുന്നുണ്ട്. വലാ അസ്ഗറു മിൻ ദാലിക, ആ ഏറ്റവും ചെറുത് ആറ്റമാണെങ്കിൽ ആ ആറ്റത്തിനേക്കാളും ചെറുതിനെയും അതല്ല അതിനേക്കാളും വലുതിനെയും വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം അല്ലാഹു അറിയുന്നുണ്ട് അല്ലേ? ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും ചെറിയ കണിക ആറ്റമാണെന്ന് മുമ്പ് പറഞ്ഞപ്പോ അതിനേക്കാൾ ഖുർആൻ എന്തേ അതിനേക്കാൾ ഒന്നുകൂടെ അധികരിച്ചു പറഞ്ഞത് എന്ന ചോദ്യം ഉണ്ടായി. ആറ്റം ഏറ്റവും ചെറിയൊരു കണികയാണ് എന്ന് ശാസ്ത്രത്തിന്റെ നിഗമനം എത്തി നിന്നപ്പോ പിന്നെ എന്തേ അല്ലാഹു തആല അതിനേക്കാൾ ചെറുതിനെയും അല്ലാഹു അറിയുമെന്ന് പറഞ്ഞത്? അപ്പൊ അത്രയും അല്ലാഹുവിന്റെ വിവരമുണ്ട് എന്ന് അറിയിക്കാനാണെന്ന് തോന്നിപ്പോയി. എന്നാൽ അതും വിഭജിച്ച് ചെറിയ ചെറിയ കണികൾ, അതിനേക്കാൾ ചെറിയ കണികകൾ ഉണ്ട് എന്നിപ്പോ ശാസ്ത്രം കണ്ടെത്തി. അപ്പൊ എത്ര ചെറുതാണെങ്കിലും അല്ലാഹു അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആലിമുൽ ഗൈബാണ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടാനാകൂല എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്ന് മുഫസ്സിരീങ്ങളുടെ ഒരു അഭിപ്രായം. രണ്ടാമതൊരു വിശദീകരണം അതെന്താണ്? യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും മൻ തൻഫുദു മിൻ ഖതാരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഓ മനുഷ്യവർഗമേ, ഓ ജിന്നവർഗമേ, ഇൻ ഇസ്തതഅതും മൻ തൻഫുദു മിൻ ഖതാരിസ് സമാവാതി വൽ അർളി ഫൻഫുദു, നിങ്ങൾക്ക് ആകാശത്തും ഭൂമിയിലും ഉള്ള പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എവിടെയെല്ലാം പോകാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ പോയിക്കോ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾ എത്ര വലിയ കണ്ടെത്തലുകൾ നടത്തിയാലും എല്ലാം അല്ലാഹുവിന്റെ ഖുവത്ത് കൊണ്ടാണ്, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അപ്പൊ ഭൂമിയിലായാലും ആകാശത്തായാലും ചന്ദ്രനിലായാലും എവിടേക്കാണെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം, അപ്പൊ നമുക്കത് മനസ്സിലാകും.
നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറയാണ്, നിങ്ങൾ കണ്ടെത്തലുകൾ നടത്തണം. മനുഷ്യൻ പഴയകാല 100 വർഷം മുമ്പുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളല്ല ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്, മാറി മാറി വരികയാണ്. അപ്പൊ കണ്ടെത്തലുകൾ നടത്തിയാൽ ഇവിടത്തെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. മനുഷ്യൻ ജനസംഖ്യ വർദ്ധിക്കുമോ എന്ന് ഭയപ്പെട്ട് ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളയലല്ല പരിഹാരം, കണ്ടെത്തലുകൾ വേണം. അല്ലാഹു തആല ഇവിടെ ജനിക്കുന്ന, ഇവിടെ നിർമ്മിക്കുന്ന എല്ലാറ്റിനുമുള്ള ഭക്ഷണവും സൗകര്യങ്ങളും അള്ളയാണ് സംവിധാനിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ കണ്ടെത്തലുകൾക്ക് പരിധിയുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഭീതിപ്പെടുന്നത്. ജനസംഖ്യ കൂടിയാൽ പട്ടിണിയിലാകുമോ, പരിമിതികൾ വരുമോ? ഇല്ല. അല്ലാഹു തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നഹലിന്റെ 14-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണ്. സൂറത്തുൻ നഹലിന്റെ 14-ാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കൂ, വഹുവല്ലദീ സഖറൽ ബഹറ, നമ്മൾ മനുഷ്യന്മാര് കരയിലുള്ളതിനെ പിടിക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ കടലിലുള്ളതിനെ ഭക്ഷിക്കണം. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹമൻ തുരിയാ. മനുഷ്യനോട് അല്ലാഹു പറയാണ്, ആരാണ് അല്ലാഹു? സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹമൻ തുരിയാ, കടലിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീന്, നല്ല മാംസം എന്ന് പറഞ്ഞാൽ മീനാണ് ഉദ്ദേശിച്ചത്. കടലിലുള്ള തിന്നാൻ പറ്റുന്ന ജീവിയുടെ മാംസം, അത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് കിട്ടും. അത് നിങ്ങൾക്ക് കടലിൽ നിന്ന് അല്ലാഹു തആല സംവിധാനിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബസൂനഹാ, ആ കടലിന്റെ അടിയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു തആല അണിയാനുള്ള നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ മുത്തുകൾ, ചിപ്പികൾ അല്ലാഹു തആല അത് സംവിധാനിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനി മനുഷ്യൻ കണ്ടെത്തണം. ഉണ്ട് എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രഷ് മീന്, ഫോർമാലിൻ കലക്കിയതല്ല, നല്ല ഫ്രഷ് മീന്, ഉണക്കമീനും അല്ല, നല്ല ഫ്രഷ് മീന് നിങ്ങൾക്ക് കിട്ടും. അതാരാ സംവിധാനിച്ചെന്നത്? അല്ലാഹു തആലയാണ്. എന്നിട്ടുള്ള വരെ കണ്ടെത്തലുകൾ നടത്തണം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കരക്കിങ്ങനെ നോക്കി കൈയും കെട്ടി നോക്കി മീൻ കിട്ടൂല, അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം, എന്നിട്ട് അതിനുള്ള പണിയെടുക്കണം, അപ്പൊ മീൻ കിട്ടും. ആ കടലിന്റെ അടിഭാഗത്തേക്ക് പോയി നോക്കണം, അപ്പൊ നിങ്ങൾക്ക് നല്ല വിലപിടിപ്പുള്ള സംഗതികൾ അത് കിട്ടും. നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഇത്രേ ഖുർആൻ പറഞ്ഞത്, യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ ഖതാരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോയിക്കോ, അധ്വാനിച്ചോ, നിങ്ങൾ തെരഞ്ഞു പിടിച്ചോ, നിങ്ങൾക്ക് കിട്ടും, സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള പറയാണ്, വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. വതറൽ ഫുൽക മവാഖിറ ഫീഹി, നിങ്ങൾ കണ്ടില്ലേ കടലിലൂടെ, എത്ര വർഷങ്ങൾക്ക് മുമ്പാണല്ലോ പറയുന്നത്, കടലിലൂടെ ആ കടലിനെ കീറിക്കൊണ്ട് വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ. അന്ന് മുങ്ങിക്കപ്പൽ വന്നിട്ടില്ല, അന്ന് മുങ്ങിക്കപ്പലില്ല. ഖുർആൻ ഇറങ്ങുമ്പോ വെറും പായക്കപ്പല് പോലെ വെള്ളം മെല്ലെ കാറ്റടിച്ച് മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുന്ന കപ്പല് മാത്രം. അക്കാലത്ത് ഖുർആൻ പറയുന്നു, വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി. എന്തിനാണ് മുങ്ങിക്കപ്പൽ കണ്ടെത്തുന്നത്? എന്തിനാണ്? അല്ലാഹു നിങ്ങൾക്ക് കടലിനടിയിൽ സംവിധാനിച്ചു തന്നിട്ടുള്ള വിലപിടിപ്പുള്ള നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും മുത്തുകളും പവിഴങ്ങളും കണ്ടെത്താനാണ്. മാത്രല്ല വലഅല്ലകും തഷ്കുറൂൻ, ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. ഇത് ഖുർആൻ ഇങ്ങനെ എത്രയോ വർഷം മുമ്പ് പറയണം അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയാണ് എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ അല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയാണ്, നിങ്ങൾ തഖ്വ ചെയ്യണേ. ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചിട്ടുണ്ട്. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അപ്പൊ അത് മനുഷ്യനോട് കണ്ടെത്താൻ പറയാം. അല്ലാഹ് സ്വാതന്ത്ര്യം കൊടുക്കുക, നീ പോകണം, നീ കണ്ടെത്തണം, നീ അത് ചെയ്യണം. കടലിൽ നിന്ന് മീൻ പിടിക്കണമെങ്കിൽ നീ പണിയെടുക്കണം. മുങ്ങിക്കപ്പല് വതറൽ ഫുൽക്, നീ കപ്പലുകൾ ഊളിയിട്ട് പോകുന്ന കപ്പലുകളെ നീ കണ്ടില്ലേ? അതിൽ സഞ്ചരിച്ചാൽ താഴ്ഭാഗത്തുള്ളതിനെ നിനക്ക് കാണാൻ പറ്റും. നിനക്കെല്ലാം സംവിധാനങ്ങളെയും അല്ലാഹ് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു അനുഗ്രഹം
അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ചെന്ന മറ്റൊരു അനുഗ്രഹമാണ് വാഹനം. അന്നത്തെ ജനതയോട് അല്ലാഹു പറയാണ് സൂറത്തുൻ നഹലിന്റെ 8-ാമത്തെ ആയത്ത്. അന്നത്തെ ജനതയോട് പറയുന്നു വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അന്നത്തെ വാഹനങ്ങൾ ഏറ്റവും ടോപ്പ് വാഹനം എടുത്തിട്ട് അല്ലാഹു പറയുന്നു, ഒന്നാമതായി എണ്ണുന്നു വൽ ഖൈല, കുതിര. അന്ന് ഏറ്റവും ടോപ്പ് വാഹനം കുതിരയുണ്ട്. വൽ ബിഗാല, അതുപോലെ തന്നെ കഴുതയും കുതിരയും കൂടിച്ചേർന്നുണ്ടാകുന്ന ഗോവർ കഴുതയുണ്ട്. വൽ ഹമീർ, പിന്നെ കഴുതയും. ഈ 3 വാഹനങ്ങളെയും അല്ലാഹു എടുത്തു പറഞ്ഞു. ലിതർകബൂഹാ, അതെന്തിനാണ്? നിങ്ങൾക്ക് വാഹനം കയറാൻ വേണ്ടിയാണ് അവരെ സംവിധാനിച്ചത്. എന്നിട്ട് വസീനത്തൻ, അവിടെ അല്ലാഹു പറയാണ് വസീനത്തൻ. പിന്നെന്തിനാ? പിന്നെ ചില ആളുകൾ അലങ്കാരമായിട്ടും വാഹനം ഉപയോഗിക്കുന്നുണ്ട്. വസീനത്തൻ എന്നല്ല പറഞ്ഞത്. പിന്നെ ചില ആളുകൾ ആ വാഹനം, ഒരു വാഹനം മതിയാകും ഒരു വീട്ടില്. പക്ഷെ എന്നാൽ ഇടയ്ക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി മാത്രം ഒരു ബെൻസ്, അല്ലെ? ചില ആളുകളെ കാണിക്കാൻ വേണ്ടി വസീനത്തൻ, ഭംഗിക്ക് വേണ്ടി ഒരു വീട്ടിൽ 2, 3, 4 വാഹനങ്ങൾ. ഒരാൾക്ക് പോകണമെങ്കിൽ ഒരു വാഹനം മതി അത്യാവശ്യത്തിന്. അതാണല്ലോ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നിങ്ങൾക്ക് വാഹനം കയറാനുള്ള വാഹനങ്ങളെ സംവിധാനിച്ചെന്നു. ആ വാഹനങ്ങളെ തന്നെ വസീനത്തൻ, നിങ്ങൾ ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടിയും വാഹനങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ടല്ല പറയുന്ന ഒരായത്ത് നോക്ക് നിങ്ങൾ, വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇത് മാത്രമാണ് വാഹനമല്ല. ആളുകൾ ചോദിക്കും, ട്രെയിനിന് ഖുർആനിൽ തെളിവുണ്ടോ? വിമാനത്തിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹെലികോപ്റ്ററിന് ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ട്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ അല്ല പറയുന്നു, നിങ്ങൾ ഈ കാണുന്ന കുതിരയല്ല, നിങ്ങൾ ഈ കാണുന്ന ഗോവർ കഴുതയല്ല, നിങ്ങൾ ഈ കാണുന്ന ഒട്ടകമോ മറ്റു കഴുതയോ ഒന്നും മാത്രമല്ല. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വാഹനങ്ങൾ ഇനി വരാനുണ്ട്. ഖുർആൻ അതിൽ വിമാനം വിട്ടു, ട്രെയിൻ വിട്ടു, ഹെലികോപ്റ്റർ വിട്ടു, എല്ലാം വിട്ടു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, കണ്ടെത്തണം മനുഷ്യനോട് പറയാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്, നിങ്ങൾ സഞ്ചരിച്ചോ എന്നിട്ട് നിങ്ങൾ കണ്ടെത്ത്. നോക്കൂ നിങ്ങൾ, അപ്പൊ മനുഷ്യനെ അല്ലാഹു തആല കണ്ടെത്താനുള്ള ഒരു അവകാശം കൊടുത്തു. അത് എങ്ങനെയാണ്? ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു തആലയാണ് അതിന് കഴിവ് നൽകുന്നത്. ഇനി ഒന്നും കൂടെ നിങ്ങൾ നോക്കൂ, മൃഗങ്ങളും മനുഷ്യരും. ഒരു സിംഹം കടലിന്റെ വക്കത്തിങ്ങനെ വന്ന് നിൽക്കുകയാണ്. കടലിലൂടെ ഒരു മീനിങ്ങനെ പോകുന്നുണ്ട്, സിംഹത്തിന് കിട്ടണമെന്നുണ്ട്. പക്ഷെ യാതൊരു മാർഗമില്ല. മൂപ്പര മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നാലാണ് മൂപ്പർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യര് മീൻ പോണ കാണുന്നുണ്ടാൽ അതിനെ പിടിക്കാനുള്ള ഹിക്മത്ത് മനുഷ്യന്റെ അടുത്തുണ്ടാകും. പക്ഷെ അത് ജന്തുക്കൾക്ക് ഉണ്ടാകൂല. മനുഷ്യന് അല്ലാഹു തആല അങ്ങനെ ഒരു സംവിധാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് റിസ്ക് ലഭിക്കാനുള്ള വഴികളെ, ഹിക്മത്തുകളെല്ലാം നൽകിയിട്ടുണ്ട്. സിംഹത്തിന് അങ്ങനെ കിട്ടൂല, പക്ഷെ മനുഷ്യന് കിട്ടും. മനുഷ്യന്റെ വഴികൾ കണ്ടെത്താൻ അറിയാം. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി. അവനെ അല്ലാഹു തആല കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു അവന് നല്ല ഭക്ഷണം നൽകാൻ, അവൻക്ക് നല്ല ഭക്ഷണങ്ങളെയും അല്ലാഹു സംവിധാനിച്ചു കൊടുത്തു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അള്ളാന്റെ മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാളും ഫളീലത്ത്, ശ്രേഷ്ഠത അല്ലാഹു തആല മനുഷ്യന് നൽകി. സംവിധാനങ്ങളും മനുഷ്യന് നൽകി, ഇരയെ പിടിക്കാനുള്ള ഹിക്മത്തും മനുഷ്യന് നൽകി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ കണ്ടെത്തലുകൾ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി. നിങ്ങൾ ആകാശത്തായാലും ഭൂമിയിലായാലും നിങ്ങൾ സഞ്ചരിച്ചോ? ഇനി ആകാശത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിലോ? നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ സഞ്ചാരം ആകാശത്തേക്കാണ്, ചന്ദ്രനിലേക്കാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിലോ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആകാശത്ത് സഞ്ചാരം, ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിധികളുണ്ട്.
ഓക്സിജന്റെ അളവുള്ള ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല, മനുഷ്യന് പ്രയാസമാണ് സഞ്ചരിക്കാൻ. എന്നതുപോലെ തന്നെ ഉൽക്കവർഷത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുന്നുണ്ട് അല്ലെ, ഉൽക്കവർഷിക്കുന്നുണ്ട്. ചിലത് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മനുഷ്യന് പല അസുഖങ്ങളുണ്ടാവും, അപകടങ്ങൾ പറ്റിപ്പോകും. അതിന് അല്ലാഹു തആല സംവിധാനിച്ചു വെച്ച ഒരു പരിധിയുണ്ട്, ഓസോൺ പാളി. ഈ ഓസോൺ പാളിയിൽ തട്ടിയിട്ട് മനുഷ്യന്റെ ശരീരത്തിലേക്ക്, ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രശ്മികളെ ഓസോൺ പാളി തടുത്തു നിർത്തിയിരിക്കുകയാണ്. അതിന് വിള്ളലേറ്റു എന്ന് ഇപ്പൊ ശാസ്ത്രം പറയുന്നുണ്ട്. ഈ ഓസോൺ പാളി തകരും. അത് തകരുമ്പോഴാണ് ഖിയാമത്ത് നാളിൽ ഉൽക്കവർഷം നടക്കും. അല്ലാഹു തആല വലിയ വലിയ നക്ഷത്രങ്ങളെ, ഉൽക്കകളെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പതിപ്പിക്കും. ഇപ്പോൾ അത് പലതും ഓസോൺ പാളികളിൽ തട്ടി മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി പലതും തടുത്തു നിർത്തിയിരിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്. ഓസോൺ പാളിയെ പറ്റി ഖുർആൻ പറയുന്നുണ്ടോന്നാണ്. ഉണ്ട്, നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞുതരാം. ഖുർആന്റെ ആയത്ത് ഞാൻ ഓതിത്തരാം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അംബിയ 32-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, വജഅൽന السماء سقفا محفوظا وجعلنا السماء സഖ്ഫൻ മഹ്ഫൂള. അല്ലാഹു തആല ആകാശത്ത് സഖ്ഫൻ മഹ്ഫൂള, എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന, ഹിഫ്ള് നൽകുന്ന ഒരു കവചത്തെ അല്ലാഹു നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഓസോൺ പാളിയെ കുറിച്ച് ഖുർആൻ പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ കണ്ടെത്തലുകൾ എവിടെയൊക്കെയോ എത്തുമോ അവിടെയൊക്കെ എത്തണം. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ ആകാശത്തേക്ക് സഞ്ചരിക്കുമ്പോ അല്ലാഹു തആല പറയുകയാണ്, ഓവറായ മനുഷ്യന് നേരിട്ട് ഓക്സിജനും മറ്റൊന്നുമില്ല, നമ്മൾ കാണുന്നത് പോലെ അങ്ങ് കയറി പോകാൻ പറ്റൂല, പരിധികളുണ്ട്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ശ്വാസം നേരം പോലെ കിട്ടൂല. മനുഷ്യൻ മീനെ കരയിലിട്ട് പിടക്കുന്നത് പോലെ പിടച്ചു ചാവുന്ന. ഓക്സിജൻ വേണം, സംവിധാനങ്ങൾ വേണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ ഉള്ള പറഞ്ഞിട്ടുണ്ട്. ആകാശത്തേക്ക് ഒരു മനുഷ്യൻ കയറിപ്പോകുമ്പോൾ ആ മനുഷ്യന് വലിയ തിടുക്കമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ അല്ലാഹു തആല മറ്റൊരു ആയത്തിൽ തഖ്വയുള്ള മനുഷ്യനെ, ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരാളെ മോശത്തരത്തിലേക്ക് ഒരാൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവന്റെ മനസ്സ് തിടുക്കമായി പോകുമെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എത്രത്തോളം അവന്റെ മനസ്സ് തിടുക്കത്തിലാകും. സൂറത്തുൽ അൻആമിന്റെ 125-ാമത്തെ ആയത്ത് അല്ലാഹു ഉദാഹരിച്ചത് കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് ഒരു മനുഷ്യൻ കയറിപ്പോവുകയാണ്, ശ്വാസം കിട്ടാതെ എത്രത്തോളം ഇടങ്ങാറാകും എന്നതുപോലെ ഹിദായത്ത് കിട്ടാത്ത ഒരു മനുഷ്യന്റെ മനസ്സ് അങ്ങ് ഇടുങ്ങിപ്പോകുന്നതാണ്. അപ്പൊ അല്ലാഹു തആല ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് ഒരു ഓക്സിജനും സിലിണ്ടറും സംവിധാനങ്ങളും ഒന്നുമില്ലാതെ കയറിപ്പോകുന്ന ഒരു മനുഷ്യന് വല്ലാത്ത വീർപ്പ് മുട്ടേണ്ടി വരും. അപ്പൊ ഈ കണ്ടെത്തലുകളെല്ലാം മനുഷ്യൻ കണ്ടെത്തുമ്പോഴും അല്ലാഹു തആല പറയുന്നു, ലാ തൻഫുദു ഇല്ലാ ബിസുൽത്താൻ, എല്ലാം അല്ലാഹുവിന്റെ പരിധിയിലാണുള്ളത്, അല്ലാഹ് നൽകുന്ന ശക്തി കൊണ്ടാണുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഈ ആയത്തിന് 2 രീതിയിൽ വിശദീകരണമുണ്ട്. നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾ കടന്നു ചെല്ലണം. ആകാശത്തും ഭൂമിയിലും ഇനിയും ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. നമ്മൾ വിചാരിച്ചു പഴയ കാലത്തെ ആളുകളെ, അന്നത്തെ കണ്ടെത്തലിന്റെയും ഇന്നത്തെ കണ്ടെത്തലിന്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. പഴയ കാലത്ത് തെങ്ങും തോട്ടം, കവുങ്ങും തോട്ടം, കൃഷിയൊക്കെ ഉള്ള സ്ഥലം ആളുകൾ പെട്ടെന്ന് അങ്ങ് കൊടുക്കും. എന്നാ ഒഴിഞ്ഞ വല്ല പാറയോ മലയൊക്കെ ഉള്ളത് അത് ചുടുത്തോന്ന് അങ്ങ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അന്ന് അവിടെ എങ്ങനെ വരുമാനം ഉണ്ടാകും എന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് പാറ കിട്ടിയാൽ അവിടെ പാറ പൊട്ടിച്ച് കല്ലുണ്ടാക്കി, ക്രഷർ ഉണ്ടാക്കി വരുമാനങ്ങൾ ലക്ഷങ്ങൾ കൊയ്തുണ്ടാക്കും. ഇന്ന് കണ്ടെത്തലുകൾ, അതിന്റെ താഴെ കണ്ടെത്തലുകളായി. മരുഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമി, മരുപ്പറമ്പ് ആർക്കും വേണ്ട. പക്ഷെ കുഴിച്ച് താഴ്ഭാഗത്തുള്ള എണ്ണപ്പാടം കണ്ടെത്തിയപ്പോൾ അതിന് വലിയ വരുമാനാണ്. സ്വർണ്ണഖനി കണ്ടെത്തിയപ്പോൾ വലിയ വരുമാനാണ്. അപ്പൊ അല്ലാഹു തആല എവിടെയും അതാ പറഞ്ഞത്, കണ്ടെത്തലുകൾ മനുഷ്യന്റെ എത്തിത്തീർന്നിട്ടില്ല. നിങ്ങൾ ഭൂമി എന്ന് പറയുന്നത് 3/1 ഭാഗം, അതായത് ബാക്കിയുള്ള 3/4 ഭാഗവും വെള്ളമാണ്. അതിന്റെ ഒരു ഭാഗത്താണ് കരയുള്ളത്.
ഒരു വത്തക്ക നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുറിച്ച് ചെറിയൊരു പീസാക്കി അതിൽ അല്ലാഹു തആല കഴമ്പ് സംവിധാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ മറ്റേ കഷ്ണത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമല്ലോ, അല്ലെ? അപ്പൊ കടലിൽ കരയിലേക്കാൾ കൂടുതൽ കടലുണ്ട്. ആ കടലിനടിയിൽ നമ്മൾ കരയിൽ നിന്ന് കണ്ടെത്തിയ വരുമാനത്തെക്കാൾ അധികം കടലിലും വരുമാനങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന്റെ കണ്ടെത്തലുകൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ എവിടെ പോകണം, നിങ്ങൾ ആകാശത്തായാലും ഭൂമിയിലായാലും എവിടെയായാലും എത്ര ഉള്ളോട്ടായാലും നിങ്ങൾ സഞ്ചരിക്കണം. അതിന്റെ ഇടവഴികളിലൂടെ മടക്കുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം, എന്നിട്ട് നിങ്ങൾ കണ്ടെത്തണം എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലയോടാ മനുഷ്യ, അല്ലയോ ജിന്നെ, ഈ കണ്ട സൗകര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു. കടലിനടിയിൽ ഇങ്ങനെ സംഗതി ഉണ്ടെന്നും പറഞ്ഞു തന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ഏത് ആയുധം വെച്ചിട്ടാണ് എന്നെ നിഷേധിക്കുന്നത്, എന്നെ കളവാക്കുന്നത് എന്നുള്ള ചോദിക്കാനും. എന്നിട്ട് ഒരായത്തും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, യുർസിലു അലൈക്കുമാ ശുവാദം മിൻ നാർ വനുഹാസുൻ ഫലാ തൻതസിറാൻ. നിങ്ങളിലേക്ക് അല്ലാഹു തആല തീയിന്റെ ഉൽക്കകളെ നിങ്ങളിലേക്ക് അല്ലാഹു വർഷിപ്പിക്കും. നോക്കൂ, നിങ്ങൾ ഒരു ഉൽക്ക വീണ് കഴിഞ്ഞാൽ അതേ ഭൂമിയിലേക്ക് മീറ്ററുകളോളം അടിയിലേക്കാണ് താഴ്ന്നു പോകുന്നത്. അത്ര ശക്തിയിലാണ് പതിക്കുന്നത്. ആ വെയിറ്റുള്ള ഭാരമുള്ള ഒരു സാധനം നമ്മുടെ തലയിൽ അങ്ങ് വന്നു വീണാൽ എന്തുണ്ടാകും? അല്ലാഹു പറയുന്നു, യുർസിലു അലൈക്കുമാ ശുവാദും മിൻ നാർ. നിങ്ങളുടെ തലയിലേക്ക്, ജിന്നുകളെ മനുഷ്യന്മാരെ, നിങ്ങളുടെ തലയിലേക്ക് തീ ഗോളങ്ങളെ, തീ ഉൽക്കകളെ നിങ്ങളുടെ തലയിലേക്ക് വർഷിക്കും. അതുപോലെ തന്നെ പുകമൂടിക്കളയും. ഫലാ തൻതസിറാൻ. അന്ന് ഓസോൺ പാളികൾ തടുക്കാനില്ല, മറ്റു സംവിധാനങ്ങളില്ല, നിങ്ങൾക്ക് തടുക്കാനും കഴിയൂല എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു തആലയെ നിങ്ങൾ എന്ത് വെച്ച് കളവാക്കും? ഈ ആയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണ്. അല്ലാഹു പറഞ്ഞു തരികയാണ്, ഇത് വരാനുണ്ട്, ഖിയാമത്ത് നാൾ ഈ സംഭവം വരാനുണ്ട്, ഇനിയും മേപ്പെട്ട് നോക്കി നടക്കണ്ട, നന്നായിക്കോ. ആഖിറത്തിൽ ഇങ്ങനെയൊക്കെ വരാനുണ്ട്, നന്നാവാൻ നോക്കിക്കോ. അല്ലാഹു പറഞ്ഞില്ല. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യാണ് ഇതൊക്കെ. അള്ളാഹുവിന് വേണമെങ്കിൽ ഒന്നും പറയാതിരിക്കുക, എന്നിട്ട് അവിടെ ഇട്ട് എല്ലാവരെയും പൂട്ടിക്കളയാം. പക്ഷെ ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ജീവിക്കാനും തഖ്വയോടെ ജീവിക്കാനും അവസാനം നാജീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.